എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ അവന്റെ ടീമിൽ നിന്നും വിട്ടുമാറി ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു പാർക്ക് മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആവരിയാണെങ്കിൽ ഒരുപാട് ഡ്രസ്സൊക്കെ ഇട്ട് ട്രയൽ ചെയ്യും. ഒരു ക്യൂട്ട് ഉടുപ്പിട്ട് കാലും കൈയും ഒക്കെ പൊക്കി നോക്കുകയാണ്. ഈ ഉടുപ്പ് അടിപൊളിയാണ്, പക്ഷെ എന്റെ കാല് എനിക്ക് പൊക്കാനായിട്ട് കഴിയുന്നില്ല. ഈ ഉടുപ്പൊക്കെ ഇട്ട് എനിക്ക് കിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവളത് ഊരിക്കളയും. അതേസമയം മറ്റൊരു ഭാഗത്ത് നമ്മുടെ പച്ചമുടി പെണ്ണ് അവളുടെ ഡബിളുള്ള ഒരു മർമെയ്ഡ് ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ഒഴുകി നടക്കുകയാണ്. വാവ്, ഇപ്പൊ എന്നെ കാണുമ്പോ എനിക്കും ഒരു മർമേഡിനെ പോലെ ഇല്ലേ, നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ലേ എന്നവൾ ചോദിച്ച് അവിടെ മുഴുവൻ വട്ടം കറങ്ങി നടക്കും. ബാക്കിയുള്ള കുട്ടികൾ അത് കണ്ട് അവളോട് ദേഷ്യപ്പെട്ട് പറയും, നീ ആ ഡ്രസ്സ് മുഴുവൻ അഴുക്കാക്കരുത്, അത് തിരികെ കൊടുക്കാനുള്ളതാണ്. അതിനാ സ്റ്റാഫ് ആണെങ്കിൽ അയ്യോ ഇല്ല ഇല്ല കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഉടനെ ഒരു ഗ്രാൻഡ് പ ചാടി വന്ന് ഫിറ്റ് ആവാത്ത മർമേ ഡ്രസ്സ് അത് കറക്റ്റായിട്ട് ക്ലാരയുടെ അളവെടുത്ത് അവൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ അവൾ ആ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ആ ഡ്രസ്സിൽ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കും. അങ്ങനെ ആ ഒരു അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് അവർ സെൽഫി എടുത്ത് സ്കൂൾ ഗ്രൂപ്പിൽ ഇടുകയാണ്. ഇവിടെ കാലിഗോയുടെ ടീമിലുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് ദേഷ്യവും വിഷമവും ഒക്കെ തോന്നും. കാരണം ബാക്കിയുള്ള ടീമിലെ എല്ലാവരും എൻജോയ് ചെയ്യാണ്, ഇവർക്ക് മാത്രം എൻജോയ് ചെയ്യാൻ ഒന്നും കിട്ടുന്നില്ല. ഏത് ടീമാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് അവർക്കാണ് ഈ സമ്മാനം കിട്ടുക. സോ ഒരു കാരണവശാലും നമ്മൾ തോറ്റുപോകാൻ പാടില്ല, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് കാലിഗോ ടീമിലുള്ളവർ അവരിപ്പോ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യും. കാലിഗോ ആണെങ്കിൽ ഇപ്പൊ തലയിൽ ബാൻഡൊക്കെ വെച്ച് മാസ്ക് ഒക്കെ ഇട്ട് അവരെ ചിരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അവർക്കാണെങ്കിൽ അത് കണ്ട് പ്രത്യേകിച്ച് യാതൊരു ഫീലും തോന്നില്ല. അതേസമയം വേറെ രണ്ടുപേര് ഇപ്പൊ കുട്ടികളുടെ അടുത്തേക്ക് വരും. അവർ ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ? ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗെയിം കളിക്കാം, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. നിങ്ങളുടെ പവറും മാജിക് ഒക്കെ ഉപയോഗിച്ച് കറക്റ്റായിട്ട് എയിം ചെയ്ത് അതിൽ കൊള്ളിക്കുക. കറക്റ്റായിട്ട് എയിം ചെയ്ത് കൊള്ളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഗിഫ്റ്റൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് അവരെ കൂട്ടി ഇപ്പം സ്റ്റാളിന് മുൻപിലേക്ക് വരും. നമ്മുടെ കുട്ടികളാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഇപ്പം ഗെയിമൊക്കെ കളിക്കാനായിട്ട് തുടങ്ങും. അവരുടെ സന്തോഷം കൊണ്ട് ആ പാർക്കിലെ സ്റ്റാഫുകൾ അവർ വമ്പം പോസിട്ട് നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത്, കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പാർക്കിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. കുട്ടികളാണെങ്കിൽ വണ്ടടിച്ച്, എന്ത്, നിങ്ങൾ ഈ പാർക്കിന്റെ വെറും സ്റ്റാഫുകളാണോ? വാവ്, നിങ്ങളെല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞ് അവരിപ്പോ സ്കൂൾ ഗ്രൂപ്പ് നോക്കും. ഗ്രൂപ്പിലാണെങ്കിൽ ടാലന്റ് ടീമിലെ കുട്ടികൾ ഒരുപാട് ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. അവർ ശരിക്കും അടിച്ചു പൊളിക്കുകയാണ്. നമ്മൾ ഇനിയും ഒരുപാട് ഗുഡ് മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത് ഫസ്റ്റ് അടിക്കണം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അവരാണെങ്കിൽ ആ പാർക്കിന്റെ മാപ്പ് മുഴുവൻ ചെക്ക് ചെയ്ത് ആരും പോവാത്ത ഒരിടം കണ്ടെത്തും. വാവ്, ഇതുവരെ നമ്മുടെ ക്ലാസ്സിൽ ഒരു ടീംമേറ്റ്സ് പോലും പോയിട്ടില്ല, നമുക്ക് അവിടേക്ക് പോയി ഒരുപാട് എൻജോയ് ചെയ്യണമെന്ന് പറയും. അത് കേട്ട് ആ പാർക്കിലെ സ്റ്റാഫ് ആൾ ടെൻഷനായിട്ട് പറയും, ഒരു കാരണവശാലും നിങ്ങൾ അവിടേക്ക് പോകാൻ പാടില്ല. ചില ഡീമൺസ് ഇല്ലീഗൽ ആയിട്ടുള്ള ചില മാജിക്സ് ഒക്കെ വിൽക്കുന്നുണ്ട്, അവിടേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. നിങ്ങൾ കരുതും പോലെ അവിടേക്ക് പോയാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എന്റർടൈൻമെന്റ് ലഭിക്കില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത റോണവേയും നമ്മുടെ ഹീറോയും അവർ രണ്ടുപേരും ഒരുപാട് റൈഡ്സിലൊക്കെ കയറി ഓടി ചാടി ബലൂണൊക്കെ പറപ്പിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അവരുടെ സന്തോഷം കാണുമ്പോൾ ബാക്കിയുള്ളവർക്കാണെങ്കിൽ അതിലേറെ സന്തോഷം തോന്നും. ഇവർക്ക് എങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നു എന്നായിരിക്കും അവർ ചിന്തിക്കുക. ഹീറോയ്ക്കാണെങ്കിൽ അവിടെ ഒരുപാട് ഇഷ്ടമായി. അവൻ കണ്ണൊക്കെ അടച്ച് അങ്ങനെ ഓടുകയാണ്. അല്പസമയം കഴിയുമ്പോൾ അവൻ കണ്ണ് തുറന്നു നോക്കും. കുറച്ചു മുൻപ് ആ സ്റ്റുഡൻസ് അവർ പോകണം എന്നാഗ്രഹിച്ച ആ ഒരു സ്ട്രീറ്റ് ആണത്. ഹീറോയ്ക്കാണെങ്കിൽ ആ സ്ട്രീറ്റ് കാണുമ്പോൾ തന്നെ ഒരുപാട് പേടിയാവും. അവിടെ മുഴുവൻ വളരെ വിയേർഡായിട്ടാണ് കിടക്കുന്നത്. അവൻ ഫോൺ എടുത്ത് ഇപ്പൊ അവന്റെ ഫ്രണ്ട്സിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴാണെങ്കിൽ ഫോണിന് സിഗ്നൽ ഉണ്ടാവില്ല. അതേസമയം റാണവേ അവൻ ഓടി ഓടി ബാലന്റെ അടുത്തേക്ക് എത്തും. ബാലൻ ചോദിക്കും, എവിടെ ഹീറോ പയ്യൻ? അവൻ നിന്റെ കൂടെയല്ലേ ഇത്രയും നേരം ഉണ്ടായിരുന്നത്? അവൻ ഒരു സെക്കൻഡ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കും, നമ്മുടെ ഹീറോയെ ഇപ്പൊ കാണാനില്ല. അവർ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് അവിടെ മുഴുവൻ ഹീറോയെ അന്വേഷിക്കുകയാണ്. അതേസമയം ഒരു ഡീമൻ ആണെങ്കിൽ ഹീറോയുടെ കൈ പിടിച്ച് വലിച്ച് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. അത് കണ്ട വേറൊരു ലേഡി അവള് ചാടി വന്ന് ആ ഡീമനെ തട്ടി മാറ്റി ഹീറോയെ രക്ഷിക്കുകയാണ്. അവളാണെങ്കിൽ ഇപ്പൊ ഹീറോയെ തിരികെ ആ പാർക്കിലേക്ക് കൊണ്ടുവരാണ്. ഇനി ഒരിക്കലും ഈ ഭാഗത്തേക്ക് നീ വരാൻ പാടില്ല. ഒരുപക്ഷെ ഇപ്പൊ നിന്നെ കാണാതെ എല്ലാവരും നിനക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുമായിരിക്കും. സോ ആ സ്ഥലത്ത് പോയി നീ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് അവളാണെങ്കിൽ ഹീറോയ്ക്ക് ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ആ സ്ഥലം കണ്ട് ഇപ്പൊ ഹീറോയും അവിടേക്ക് നടന്ന് നീങ്ങാണ്. ഹീറോ അങ്ങനെ സാഡായി തല കുനിച്ച് പോകുന്നത് കണ്ട ആ ലേഡി ആളിപ്പോ തിരികെ വന്ന് അവനെ ചില്ലാക്കാൻ ഒരു ഐസ്ക്രീം കൊടുക്കും. ഹീറോയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് ഇഷ്ടമൊക്കെ ആവും. ഐസ്ക്രീം ഒക്കെ കഴിച്ച് ആ പെൺകുട്ടിയെ തന്നെ നോക്കും. ഉടനെ അവള് പറയും, നീ ഇങ്ങനെ തല താഴ്ത്തി നടന്ന വീണ്ടും നീ ബാഡ് ആയിട്ടുള്ള എവിടെയെങ്കിലും ചെന്ന് പെടും. ഓക്കെ, കുഴപ്പമില്ല, നിന്റെ കൂടെ ഞാനും വരാം,
നിനക്ക് ഇഷ്ടമുള്ള കുറേ റൈഡ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇപ്പൊ ഹീറോയെ ആണെങ്കിൽ ഒരു റൈഡിൽ കയറ്റി വിടുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ആ റൈഡ് കുറച്ച് ഇഷ്ടമാവും. ഹീറോ അവളോട് ചോദിക്കും, നിനക്കും എൻ്റെ കൂടെ ഈ റൈഡിലൊക്കെ കയറിക്കൂടെ? അതിനവൾ പറയും, എന്നെ കാണുമ്പോൾ തന്നെ ഇവറ്റകൾക്ക് ഭയങ്കര പേടിയാണ്. ഹീറോ അത് കേട്ട് ചിരിച്ച് അവളോട് പറയും, നീ ഇങ്ങനെ റഫായിട്ട് പെരുമാറാതെ കുറച്ച് സ്നേഹത്തോടു കൂടെ വിധേയപ്പെട്ട് താഴ്ന്ന് ഇവരോടൊക്കെ ഇടപെട്ട തീർച്ചയായിട്ടും അവറ്റകൾക്ക് നിന്നെ ഇഷ്ടാവെന്ന് പറയും. ഹീറോ പറഞ്ഞതനുസരിച്ച് അവള് കുരുവിക്ക് നേരെ കൈ നീട്ടും. ആ കുരുവിയാണെങ്കിൽ അവളുടെ കയ്യിലേക്ക് കയറുകയാണ്. അതിന്റെ തൊട്ടു പിന്നാലെ മറ്റൊരുപാട് കുരുവികള് ഈ വരിയായി വന്ന് അവളുടെ കയ്യിലേക്ക് കയറും. അവൾക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അതിനുശേഷം അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇപ്പൊ ഓരോ റൈഡിലൊക്കെ കയറുകയാണ്. ഹീറോ പറയും, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ അവരെ ഒന്ന് കാണണം. അവർ തീർച്ചയായിട്ടും എന്നെ കാണാതെ ഇപ്പൊ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരിക്കും. അതിനവളാണെങ്കിൽ ഉയരത്തിൽ ഉയർന്നു പൊന്തുന്ന ഒരു റൈഡില് ഇപ്പൊ ഹീറോയെ കയറ്റും. അതിനുശേഷം അവർ പതിയെ പതിയെ ഇപ്പൊ മുകളിലേക്ക് ഉയരുകയാണ്. ഹീറോ ആണെങ്കിൽ അവളോട് പറയും, താങ്ക് യു വെരി മച്ച്. ഒറ്റൊരാൾ കാരണമാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നത്. നീ കറക്റ്റ് സമയത്ത് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ പെട്ടുപോയനെന്ന് പറഞ്ഞ് ഹീറോ താഴേക്ക് നോക്കും. അപ്പോൾ അവൻ കാണും ദൂരത്തായിട്ട് അവന്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും. അവരടുത്ത നിമിഷം ആ ഒരു റൈഡിൽ നല്ല സ്പീഡിൽ കറങ്ങുകയാണ്. റൈഡിൽ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹീറോ അവൻ തിരികെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വരും. നമ്മുടെ ഹീറോയെ കാണേണ്ട താമസം അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അവർ ഹാപ്പി ആയിട്ട് അവനെ ഹഗ് ചെയ്യും. ഹീറോ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരോട് പറയാണ്. അതിനുശേഷം അവൾ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുമ്പോഴേക്കും അവൾ ആരും കാണാതെ അവിടുന്ന് കടന്നു പോകും. അതിനുശേഷം ബാക്കിയുള്ള അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അവളും നമ്മുടെ ഹീറോയും തമ്മിലെടുത്ത അവളും ഹീറോയും ചേർന്നെടുത്ത ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കും. മറ്റൊരു ഭാഗത്ത് ആവരിക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ആശ്വാസം. അവളിപ്പോ ഹീറോയെ കോൾ ചെയ്ത്, ഞാൻ എത്ര സമയമായി എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, നീ എവിടെയായിരുന്നു? അതിന് ഹീറോ നടന്നതല്ല അവളോട് പറയും. ഓക്കെ, കുഴപ്പമില്ല, നീ ഇപ്പൊ സേഫ് അല്ലേ, ഇനിയും മണ്ടത്തരങ്ങൾ കാണിച്ച് എവിടെയും ചെന്ന് പെടരുന്നൊക്കെ പറഞ്ഞ് അവള് കോള് കട്ട് ചെയ്യും. അതിനുശേഷം ഹീറോ ആണെങ്കിൽ ഇപ്പൊ കുഞ്ഞു കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം ഓടി വന്ന് നമ്മുടെ ഹീറോയെ അച്ചരം പൊച്ചരം ഇടിക്കും. ആസിനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. പക്ഷെ കുഞ്ഞുങ്ങളായതുകൊണ്ട് മാത്രം ആസ് കൺട്രോൾ ചെയ്യും. ആ കുഞ്ഞുങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു 6 ഫിംഗർ ടീമിനെ കുറിച്ച് പറയും. ഹീറോയും മുൻപ് ആ ഒരു പേര് കേട്ടിട്ടുണ്ട്. ഹീറോ ആ കാര്യം ആസിനോട് ചോദിക്കുകയാണ്. അതിന് ആസ് പറയും, അതൊരു ഈവിൾ ടീമാണ്. ഈ ഒരു പാർക്കിന്റെ ഏതോ ഒരു ഭാഗത്ത് ആ ടീമുണ്ട്. അവരുടെ കയ്യിൽ പെട്ട പിന്നെ അവരുടെ കാര്യം അതോ ഗതി. അതേസമയം മറ്റൊരു ഭാഗത്ത് റോണവേ ആണെങ്കിൽ ഒരു പയ്യന്റെ മാസ്ക് കഴിക്കേണ്ട താമസം അവന്റെ ക്യൂട്ട്നെസ് കണ്ട് എല്ലാവരും ഷോക്കാവാണ്. റോണവേ ആണെങ്കിൽ അവന്റെ ഫേസ് ഒരു കവർ ഉപയോഗിച്ച് അങ്ങനെ പൊത്തിവെക്കും. റോണവേ നിലവിളിച്ചു പറയും, ഇവനല്ല, ഞാനാണ് ഹാൻസം ആൻഡ് ക്യൂട്ട്. അതിന് ബാക്കിയുള്ള സ്റ്റാഫും അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും തറപ്പിച്ചു പറയും, ഒരിക്കലുമല്ല, ആ പയ്യൻ തന്നെയാണ് ഹാൻസം. റോണവ ടെൻഷനായിട്ട് ഇപ്പൊ അവന്റെ കവർ ഊരി അവന്റെ മുഖത്തേക്ക് കൈ ചൂണ്ടും. കണ്ടോ, ഇവന്റെ ഈ കണ്ണും ഐബ്രോസും കേളി ഹെയറും അതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് ഇവൻ ഹാൻസം ആണെന്ന് തോന്നുന്നത്. ശരിയാണ്, ഇവൻ ക്യൂട്ടാണ്, പക്ഷെ എൻ്റെ അത്രയും ഇവൻ ഹാൻസം ഒന്നും അല്ല. അത്രയും പറഞ്ഞ് റോണവേ ആണെങ്കിൽ ഇപ്പോൾ റൂമിന്റെ അകത്തേക്ക് പോയി പൊട്ടിക്കരയാൻ തുടങ്ങും. ആ സ്റ്റാഫ് ആണെങ്കിൽ റോണവയെ ബാലൻ മാസ്റ്ററിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഓഫീസിലേക്ക് വരികയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഹീറോയെ രക്ഷിച്ച ആ ഒരു പെൺകുട്ടി അവളിപ്പോ അവനെ തുറച്ചു നോക്കുകയാണ്. അതിനവൻ പറയും, മാസ്റ്റർ, നിങ്ങളുടെ ഓർഡറിന് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഉടനെ ആ പെണ്ണ് പറയും, ഇത്രയും നേരവും നമ്മൾ ഇവിടുത്തെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തു, ഇനി നമ്മുടെ 6 ഫിംഗേഴ്സ് ടീം അതാവാൻ സമയമായെന്ന് പറഞ്ഞ് അവരിപ്പോൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യും. അവരാണെങ്കിൽ ഇപ്പൊ കുറച്ച് എഗ്സ് താഴേക്ക് ഇടുകയാണ്. ആ എഗ്ഗ് താഴെ വീണ് പൊട്ടി ഇതിൽ നിന്നൊക്കെ ഇപ്പൊ ഡീമൻസ് പുറത്തേക്ക് വരാൻ തുടങ്ങും. ആ മോൺസ്റ്റേഴ്സിനെ എല്ലാം കണ്ട് പാർക്കിലുള്ള എല്ലാവരും ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.